ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ട്രാവൽ വീഡിയോ ആണെന്ന് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് വെളുപ്പിനാണ് കേട്ടോ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2:30 മണിയോടുകൂടി ഞങ്ങൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ, കുറച്ച് ലോങ് ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ അതിന് ഇടയ്ക്കുള്ളൊരു ഡെസ്റ്റിനേഷനായിട്ടാണ് ഈ കോഴിക്കോട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് ഞങ്ങൾ റൂമെടുത്ത് ഒന്ന് ഫ്രഷ് ആയ ശേഷം വീണ്ടും വൈകിട്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു വൈബാണല്ലേ ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരു തവണയേ വന്നിട്ടുള്ളൂ. പിന്നെ മക്കളൊക്കെ ആയതിനു ശേഷം ഇപ്പോഴാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ മിക്കപ്പോഴും ഈവനിങ് ടൈമിൽ നല്ല റഷായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു 5:30 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ, പാർക്കിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു റോഡിലാണ് കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിലേക്ക് പോയത്. ഒരുപാട് ഏരിയ ഉള്ള ഒരു ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മൾ കൊച്ചി ബീച്ചിലൊക്കെ പോയിട്ട് നമുക്ക് ഈ ഫോർട്ട് കൊച്ചി ബീച്ചിലൊക്കെ പോയിട്ട് പിന്നെ ഈ ഒരു കോഴിക്കോട് ബീച്ചിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇരിക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉള്ള ഒരു ബീച്ചായിട്ട് തോന്നും. പിന്നെ നമുക്ക് ആ ഒരു കടലിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരിടം തന്നെയാണ് കേട്ടോ ഇത്. ഫോർട്ട് കൊച്ചി ബീച്ചിലൊക്കെ ഇപ്പോൾ ഇതുപോലെ ഇരിക്കാനുള്ള ഏരിയയൊക്കെ വളരെ കുറവല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബീച്ച് കാണുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഏരിയ ഉള്ള പോലെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ കോഴിക്കോട് ബീച്ച് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരിടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് വന്നിട്ട് ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വൻ നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അത്ര മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ കോഴിക്കോട് ബീച്ച്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ബീച്ചും അതുപോലെ പാരഗൺ റെസ്റ്റോറൻറ്റിലെ ആ ഒരു ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മിസ് ചെയ്യരുതേ. അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.